ശരിക്ക് 7ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. അപ്പോൾ ജ്യോതിഷൻ പ്രശ്നമൊക്കെ വെച്ചിട്ട് പറഞ്ഞു, എൻ്റെ അമ്മ പെണ്ണ് മാത്രമേ പ്രസവിക്കുകയുള്ളൂ. 17ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ വിധവയായെന്ന് പറയാം. ഒരു സന്താനത്തിനെയും കൂടി നോക്കാം, അതും കൂടി പെണ്ണാണെങ്കിൽ പിരിഞ്ഞു പോട്ട്. അപ്പോൾ അമ്മയിലൂടെ ഒരാരോ പറഞ്ഞു കൊടുത്തു, ഈ നെക്തേങ്ങ അയ്യപ്പൻ അഭിഷേകം ചെയ്ത് ആ നെയ്യ് കൊണ്ടുവന്ന് 18 ദിവസം വ്രതത്തോടുകൂടി കഴിച്ച് പിന്നെ നീ ആഗ്രഹിക്കുന്നതെല്ലാം നടത്തിത്തരും. അപ്പോൾ അമ്മ അതിലൊങ്ങ് ഉറച്ചു. ഈ നെക്തേങ്ങ നിറയ്ക്കുന്ന സമയത്ത് അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണീരും കൂടി ഇറ്റിട്ട് ഈ നെയ്യല കൂടെ വീണു. മരിക്കുന്നത് വരെ എന്നെ മണികണ്ഠാന്നേ വിളിച്ചിട്ടുള്ളൂ. ശബരി എന്ന് ആരെന്നറിയണം, എങ്കിൽ മാത്രമേ ശബരിമലയെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. ഇതൊരു എത്ര ശബരിമല? ഞാൻ 289 മല ചവിട്ടി. 289? ചുരുക്കി പറഞ്ഞാൽ ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നതിന് സമമാണ് ആ ശബരിമല കയറിയാന്ന് പറഞ്ഞു. ഈ പമ്പയാറിൽ ഈ കെട്ടുമായിട്ട് നീന്തി അക്കരയാതെ ശരിക്കും വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത്ര പറ്റിയോടുകൂടി ഞാൻ ഈ പറഞ്ഞു വന്നത് 289 മല ഇപ്പോൾ കഴിഞ്ഞു പോകുമായിരുന്നു. അതിന് ശേഷം വന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ശബരിമല പോകാതെയായി. പിന്നെ ഞാൻ ശബരിമല പോയിട്ടില്ല. അബാക് മീഡിയയിലെ ഇന്നത്തെ അതിഥിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. ഒരുപാട് എപ്പിസോഡുകളായിട്ട് വന്നിട്ടുള്ള ഗിന്നസ് ഡോക്ടർ ജയനാരായണൻ ജി. നമസ്കാരം ചേട്ടാ. നമസ്തേ. ചേട്ടൻ്റെ മൂകാംബിക ക്ഷേത്രവുമായിട്ടുള്ള അനുഭവങ്ങളാണെങ്കിലും ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ കുറച്ച് മുമ്പ് സംസാരിക്കുന്ന വേളയിൽ വന്നൊരു വിഷയമാണ് ശബരിമല വിഷയം. ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും അങ്ങേക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതൊന്ന് പറയാമോ? ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളുമായി സംബന്ധിച്ച് എന്തെങ്കിലും? ഇപ്പോൾ ശബരിമലയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ വിഷമമുള്ള കാര്യങ്ങളാണ് ശബരിമല ഈ കേൾക്കുമ്പോഴെല്ലാം. ഒരു അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ എല്ലാ ഭക്തന്മാർക്കും വേദന ഉണ്ടാവും. ഈ നടക്കുന്ന സംഭവങ്ങൾ അതിൽ സത്യമാണോ അസത്യമാണോ ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ അതിലേക്ക് തിരിയുന്നുമില്ല. അതൊക്കെ സെക്കൻഡ്. ഞാൻ ആദ്യമായിട്ട് ശബരിമല പോണത് 9 വയസ്സിലാണ്. 9ാമത്തെ വയസ്സിലാണ്. അതിന് കാരണമുണ്ട്. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള കഥയിലേക്ക് പോവാം. അപ്പോൾ പിന്നെ ജനിച്ചതിന് ശേഷമല്ലേ ഞാനെന്ന് പറഞ്ഞ വ്യക്തിയുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ അച്ഛൻ പട്ടാളക്കാരനായിരുന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ അമ്മയെ കല്യാണം കഴിച്ചു. അപ്പോൾ കല്യാണം കഴിക്കുന്നത് എൻ്റെ അമ്മ എൻ്റെ അച്ഛനെ കാണുന്നത് കല്യാണത്തിൻ്റെ അന്നാണ്. ഇന്നത്തെ പോലെ നമ്മൾ കല്യാണം ആലോചിച്ച് പിന്നെ അതിൻ്റെ ബാക്കി ചടങ്ങുകളൊക്കെ കഴിഞ്ഞു കല്യാണം നോക്കി പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ മൊബൈൽ ഫോണിൻ്റെ ഒരു ഫോൺ കൂടി പെണ്ണിൻ്റെയിലും കൊടുത്ത് നമ്പരും കൊടുത്തിട്ട് പിന്നെ ഇല്ലാത്ത കഥകളെല്ലാം ലോകം രാത്രിയും പകലും ഇരുന്ന് മെനക്കെട്ട് പറഞ്ഞ് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഒന്നും പറയാനും കാണൂല, സംസാരിക്കാൻ കാണൂല. പിറ്റേന്ന് തൊട്ട് വഴക്കും ബഹളവും പ്രശ്നങ്ങളുമായിട്ട് മാറുന്ന അവസ്ഥയിലേക്കാണ്. കാരണം പലതും ഇല്ലായ്മ. നമ്മൾ ഒരുപാട് സമയം സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇല്ലാത്തതും കൂടി സംസാരിക്കേണ്ടി വരും അല്ലേ? അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ എൻ്റെ അമ്മയ്ക്ക് 14 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അമ്മയെ കല്യാണം കഴിച്ചയച്ചത്. ഇന്നൊക്കെ ആണെങ്കിൽ എൻ്റെ അപ്പൂപ്പനെയൊക്കെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു. കാരണം 18 വയസ്സാവാതെ കല്യാണം കഴിച്ച് അയക്കാൻ പാടില്ല. അന്നത്തെ സമയത്ത് ചിലപ്പോൾ ആ നിയമമൊന്നും ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ കല്യാണം കഴിച്ചയച്ചു. 15ാമത്തെ വയസ്സ്, എൻ്റെ അമ്മയിലെ 15 വയസ്സിൽ എൻ്റെ മൂത്ത ചേച്ചി ജനിച്ചു. എനിക്ക് മുകളിൽ 2 ചേച്ചിമാരാണ്. എൻ്റെ മൂത്ത ചേച്ചി ജനിച്ചു. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് 17 വയസ്സായപ്പോൾ എൻ്റെ ഇളയ ചേച്ചിയും ജനിച്ചു, 2. അപ്പോൾ എൻ്റെ അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മ, അച്ഛൻ്റെ അമ്മ ഒരു ജോത്സ്യൻ്റെ അടുത്ത് പോയി പ്രശ്നം വെച്ചു. അച്ഛൻ ഇങ്ങനെ അന്ന് ലീവിന് വരുന്ന സമയത്താണ് ഈ പ്രൊഫഷനൊക്കെ നടത്തിയിട്ട് പോണേ. അപ്പോൾ ഇങ്ങനെ 2 മക്കൾക്ക് ജന്മം കൊടുത്തു. അപ്പോൾ അമ്മൂമ്മ പോയി കണ്ടു. അപ്പോൾ ജ്യോതിഷൻ പ്രശ്നമൊക്കെ വെച്ചിട്ട് പറഞ്ഞു, എൻ്റെ അമ്മ പെണ്ണ് മാത്രമേ പ്രസവിക്കുകയുള്ളൂ, കുട്ടികളെ മാത്രമേ പ്രസവിക്കുകയുള്ളൂ. അപ്പോൾ അന്ന് ഈ ആൺകുട്ടികളെ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഡിഫക്റ്റാണ്. ഇപ്പോഴും പല അമ്മായിയമ്മ മനസ്സുകളിലും ഉണ്ട്. എങ്കിൽ പോലും ഇന്നത്തെ പോലെയല്ല. ഇന്ന് പെണ്ണും ആണിനും ഒക്കെ പ്രാധാന്യമുണ്ട്. രണ്ടിനെയും വളർത്തിയെടുക്കാൻ ഒരേ ജോലിയുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നത് ആണിനേക്കാൾ കുറച്ചുകൂടി എളുപ്പം പെൺപിള്ളേരാണെന്നാണ് ഇന്നത്തെ സമയത്ത്. കാരണം നമുക്ക് 2 കാര്യങ്ങൾ. ഒന്ന്, പെൺപിള്ളേർക്ക് ആൺകുട്ടികളെക്കാൾ ഞാൻ ഈ കൺസൾട്ട് ചെയ്യാനിരിക്കുന്നത് കൊണ്ട് കാണുന്നത് പെൺകുട്ടികളെ സംബന്ധിച്ചോളം ഈ കുട്ടികളൊന്ന് മര്യാദയ്ക്ക് വളർന്ന്
എന്തെങ്കിലും നല്ല വിദ്യാഭ്യാസവും കൊടുത്ത് ഒരു പ്രാപ്തനായ ഒരു പയ്യൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചാൽ പാരൻസ് രക്ഷപ്പെട്ടു. പക്ഷെ ആൺകുട്ടിയാകുമ്പോൾ അതല്ല. അവനെ പഠിപ്പിക്കണം, അവന് നല്ലൊരു ജോലി കിട്ടണം, അവന് നല്ലൊരു കുടുംബത്തിൽ കൊണ്ട് എത്തിക്കണം, ഇവൻ വഴിതെറ്റാതെ ശ്രദ്ധിക്കണം. ഇതെല്ലാം കഴിഞ്ഞ് വരുന്ന നല്ല പണിയാണ് ഇപ്പോഴത്തെ പാരൻസിന് ആൺപിള്ളേരെ. പെൺകുട്ടികളെ രണ്ടുപേരെ അപേക്ഷിച്ച് ഞാൻ എൻ്റെ അടുത്ത് വരണതിൽ കൂടുതലും പെൺകുട്ടികൾ മോശമൊന്നും അല്ല, നല്ലതൊന്നും അല്ല പറയണമെങ്കിലും രണ്ടിനും താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും നല്ലത് പെൺകുട്ടികൾ തന്നെയാണ്. അപ്പോൾ അന്നത്തെ സമയത്ത് അതല്ല. ഇത് കേട്ട് അമ്മൂമ്മ ഒരു കാരണവശാലും എൻ്റെ അമ്മ ഇനി വേണ്ട, വേണ്ട. അങ്ങനെ ശരിക്ക് പറയുകയാണെങ്കിൽ 17ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ വിധവയായെന്ന് പറയാം. എൻ്റെ അമ്മയെ കൊണ്ട് അമ്മയുടെ വീട്ടിൽ വിട്ടു. പിന്നെ അച്ഛൻ അമ്മൂമ്മ ഇങ്ങോട്ട് വരാൻ സമ്മതിച്ചില്ല. അങ്ങനെ അമ്മ വേറെ കല്യാണമൊക്കെ ആലോചിക്കാൻ തുടങ്ങി. ഈ 17 വയസ്സേ ഉള്ളൂ എൻ്റെ അമ്മയ്ക്ക്, 2 പെൺപിള്ളേരും. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കുറേ ആൾക്കാരെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബക്കാരെല്ലാം പോയി ചർച്ചയ്ക്കൊക്കെ പോയി. കാരണം ഇത് എങ്ങനെയെങ്കിലും യോജിപ്പിച്ച് കൊണ്ടുപോകണം. അപ്പോൾ അവസാനം ഒരു തീരുമാനം, അതായത് അമ്മാവന്മാരെയും അവരുടെ ബന്ധുക്കളെയും 2 കുടുംബക്കാരെയും എല്ലാം കൊണ്ടിരുന്നിട്ട് ഒരു തീരുമാനം. ഇന്ന് കോടതിയിലൊന്നും പോകാനുള്ള ചിലപ്പോൾ അറിവുണ്ടാവില്ല, കോടതികളും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല ഇതുപോലെ. അപ്പോൾ പറഞ്ഞു ഒരു സന്താനത്തിനെയും കൂടി നോക്കാം, അതും കൂടി പെണ്ണാണെങ്കിൽ പിരിഞ്ഞു പോട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ വളരെ സങ്കടത്തിലായി. അടുത്തൊരു സന്താനവും കൂടി ഇങ്ങനെ ഈ അന്ന് ജ്യോതിഷം പറഞ്ഞത് വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല. അപ്പോൾ അമ്മയിലൂടെ ആരോ പറഞ്ഞു കൊടുത്തു, ശബരിമല ആരെങ്കിലും അയച്ച് നെയ്ത്തേങ്ങ നിറച്ച് കൊടുത്തു വിട്ട് ഈ നെയ്ത്തേങ്ങ അയ്യപ്പന് അഭിഷേകം ചെയ്ത് ആ നെയ്യ് കൊണ്ടുവന്ന് 18 ദിവസം വ്രതത്തോടുകൂടി കഴിച്ച്, ഒരു സ്ത്രീക്ക് 18 ദിവസമേ കഴിക്കാൻ പറ്റുള്ളൂ, അശുദ്ധി വരണതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് വ്രതത്തോടുകൂടി കഴിക്കാൻ പറ്റില്ല, കഴിച്ച് പിന്നെ നീ ആഗ്രഹിക്കുന്നതെല്ലാം നടത്തിത്തരും, നിനക്ക് നീ എന്താണോ ഉദ്ദേശിക്കുന്നത്, ആൺകുട്ടി വേണമെങ്കിൽ ആൺകുട്ടി ഭഗവാൻ തരും, അയ്യപ്പസ്വാമി തരും എന്ന് അമ്മയോട് ഇപ്പോൾ അമ്മ അതിലൊങ്ങ് ഉറച്ചിട്ട് ആര് ശബരിമല പോവും? ഇന്നത്തെ പോലെ ശബരിമല ഓടി രാവിലെ പോയി അവിടെ ചെന്ന് എത്താൻ പറ്റൂല. അങ്ങനെ അപ്പോൾ അമ്മയേക്കാൾ 10 വയസ്സിന് മൂപ്പാണ് അമ്മയുടെ സഹോദരൻ, എൻ്റെ അമ്മാവായി. അപ്പോൾ അമ്മാവൻ പറഞ്ഞു കുഴപ്പമില്ല, നിനക്ക് വേണ്ടി ഞാൻ ശബരിമല പോവാം. അന്ന് ശബരിമല പോകണമെങ്കിൽ വീട്ടിൽ നിന്ന് ഈ ശബരിമല പോണവർ വേറെ പച്ചപ്പന്തലൊക്കെ കെട്ടി വേറൊരു പ്രത്യേക സ്ഥലത്ത് ഈ 41 ദിവസവും വ്രതവും നോക്കി ശബരിമല പോകണം. കാരണം അല്ലാതെ ഒക്കെ പോകുന്നവർ തന്നെ നല്ലൊരു ശതമാനം പേരെയും പുലി അടിച്ചുകൊണ്ട് പോകും. ഇന്നിപ്പോൾ പുലിയില്ല, പുലിയേക്കാൾ ഇവിടുന്ന് സിംഹങ്ങൾ ചെല്ലണമുണ്ട്, പുലി ആ ഏരിയയിലേ ഇല്ല. ഞാൻ ഇപ്പോൾ എത്രയോ പ്രാവശ്യം പോയപ്പോൾ അവിടെ നിന്ന് പുലിയെ കണ്ടിട്ട് പോലുമില്ല. കാരണം പുലി പേടിച്ച് അവിടുന്ന് ഇവിടെയൊക്കെ നാട് വിട്ട് പോയിട്ടുണ്ടാവാം. അപ്പോൾ അമ്മ അങ്ങനെ പോയി നെയ്ത്തേങ്ങ നിറച്ചു. നെയ്ത്തേങ്ങ അമ്മ ഈ നെയ്ത്തേങ്ങ നിറയ്ക്കുന്ന സമയത്ത് അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണീരും കൂടി ഇറ്റിട്ട് ഈ നെയ്യല കൂടെ വീണു. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞ് കിട്ടിയ, എൻ്റെ അമ്മയും കൂടി പറഞ്ഞ് കിട്ടിയ അറിവാണ്, അല്ലാതെ ആ സമയത്ത് ഞാൻ ഇല്ലല്ലോ. അപ്പോൾ നെയ്ത്തേങ്ങയിൽ കണ്ണീരും കൂടി ഇറ്റിട്ട് വീണ ഈ നെയ്യ് തേങ്ങ കൊണ്ടുപോയി അമ്മാവൻ ശബരിമല കൊണ്ടുവന്ന് അഭിഷേകം ചെയ്ത് ആ നെയ്യ് കൊണ്ടുവന്ന് മകര മാസത്തിൽ 41 മണ്ഡലത്തിന് പോയി. അത് കഴിഞ്ഞ് മകരമാസത്തിൽ അമ്മ വ്രതത്തോടുകൂടി കഴിക്കുകയും എന്നിട്ട് ഇവർ താമസിക്കാൻ പോവുകയും തുലാത്തിൽ എന്നെ പ്രസവിച്ചു. അപ്പോൾ അയ്യപ്പൻ തന്നു എന്ന പേരിൽ അമ്മ മരിക്കുന്നത് വരെ എന്നെ മണികണ്ഠാന്നേ വിളിച്ചിട്ടുള്ളൂ. പക്ഷേ അതൊരു അത്ഭുതമാണ് സത്യത്തിൽ, 100%. കാരണം അയ്യപ്പനെക്കുറിച്ച് അത് പറയാതെ ഞാൻ ഇന്ന് എനിക്ക് വേദന ഉണ്ടായ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇത് പറയാതിരിക്കുന്നത് മണ്ടത്തരമാണ്. കാരണം ആൾക്കാർ എങ്ങനെ വേണോ അതിനെ വിശ്വസിക്കാതിരിക്കാം. അയ്യപ്പൻ തന്നതാണ് എന്നെ എന്ന് എൻ്റെ അമ്മ, ഇപ്പോൾ അമ്മ ജീവിച്ചിരിപ്പില്ല, അമ്മയ്ക്ക് 54 വയസ്സായപ്പോൾ അമ്മ മരണപ്പെട്ടു. ആ അമ്മ മരിക്കുന്നത് വരെ എന്നെ മണികണ്ഠാന്നേ വിളിച്ചിട്ടുള്ളൂ. എൻ്റെ കുടുംബ വീട്ടിനും ഒരു വീട് വെച്ചു, അതിന് ശേഷമൊക്കെയാണ് വീട് വെച്ചത്. വീട് വെച്ചപ്പോൾ അമ്മ വീട്ടിന് മണികണ്ഠ വിലാസം എന്ന് പേര് വിട്ടു. എൻ്റെ ഔദ്യോഗികമായ പേരതൊന്നും അല്ല എങ്കിൽ പോലും ജയനാരായൺ ചെയ്യുന്ന പേര് വന്നു. എങ്കിലും എൻ്റെ പേര് എന്നെ വിളിക്കുന്ന അമ്മ അച്ഛനും ഒക്കെ എന്നെ വിളിക്കുന്ന മണികണ്ഠാന്നേ. അമ്മ അച്ഛനും ചേച്ചി എല്ലാം അങ്ങനെ തന്നെ വിളിക്കുന്നത്. അപ്പോൾ ആ പേരിൽ എന്നെ വിളിക്കുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ അയ്യപ്പസ്വാമി തന്നു. അപ്പോൾ അമ്മ എന്നെ കിട്ടിയപ്പം പിന്നെ ഒരു നേർച്ചയും കൂടി നേർന്നു. എന്ത് നേർച്ച? 10 വയസ്സ് തികയുന്നതിന് മുമ്പ് ഗവനെ കൊണ്ടുപോയി ശബരിമല ഉരുള് നേർച്ച നടത്താം. ശബരിമലയിൽ ഉരുളെണ്ണ പരിപാടി ഉണ്ട്, ഉരുട്ടും. അപ്പോൾ ഉരുള് നേർച്ച നടത്താം. അപ്പോൾ ഇങ്ങനെ
ആണ് എന്നെ അയ്യപ്പസ്വാമി തന്നതെന്നാണ്. അതിനുശേഷം പിന്നെ ഞാൻ 9ാമത്തെ വയസ്സിൽ തന്നെ 10 വയസ്സാവുന്നതിന് മുമ്പ് 9ാമത്തെ വയസ്സിൽ ഞാൻ ആശ്രമത്തിൽ 4 വയസ്സ് തൊട്ട് വളർന്നു. ഞാൻ നേരത്തെ അതിൽ പറയണ്ടായി. അപ്പോൾ എന്നെ അയ്യപ്പസ്വാമി തന്നു. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ജാതകം എഴുതിച്ചതും. 4 വയസ്സിൽ ജാതകം എഴുതിയപ്പോൾ 7 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് ജാതകത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഈ തന്നതിനേക്കാൾ പിന്നെ ഗതികേടായി, വീട്ടിൽ കരച്ചിലും പിടിച്ചിലുമായി. കാരണം തന്ന ആൾ നമുക്ക് ആയുസ് തന്നു, അയ്യപ്പസ്വാമി തന്നു. പക്ഷെ അത് 7 വയസ്സ് തിരിച്ചു പോകുമെന്ന് കണ്ടപ്പോൾ അമ്മ വീണ്ടും ഒരു ദുഃഖപുത്രി ആയിരുന്നു എൻ്റെ അമ്മ. ശരിക്കും പറഞ്ഞാൽ അമ്മ ആദ്യം കിട്ടാതെ ഇരുന്ന് കരഞ്ഞ് വായിച്ചു, കിട്ടിയതിന് ശേഷം പിന്നെയും കരച്ചിലായെന്ന് പറയുമ്പോഴായി. അപ്പോൾ ഇങ്ങനെ വന്നു. അങ്ങനെ എന്നെ ഉരുൾ നേർച്ച ഞാൻ ആ ഒരു പീരീഡ് പാസ് ചെയ്ത് പോയി. ശരിക്ക് 7ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. ഈ മരണപ്പെട്ടതിൻ്റെ പേരിൽ മാത്രമാണ് ജ്യോതിഷത്തിൽ ഞാൻ ജ്യോത്സ്യത്തിലേക്ക് വിശ്വസിക്കാനിടയായത്. അല്ലെങ്കിൽ ഞാൻ ജ്യോതിഷത്തിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ജ്യോത്സ്യം ഒരു ഉപജീവന മാർഗമാക്കണമെന്നോ എന്നൊന്നും ആഗ്രഹം ഉള്ള ആളല്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും വേഷഭൂഷാദികളിലൂടെ ജ്യോത്സ്യനാവാൻ എനിക്കിഷ്ടമില്ല. ഇപ്പോഴും എന്നെ കണ്ട് ഒരു ജ്യോത്സ്യൻ എന്ന് പറയണത് തന്നെ എനിക്കിഷ്ടമില്ല. പക്ഷേ ഞാൻ പഠിച്ചത് ആ ജ്യോത്സ്യനാവും, അത് വേഷം കെട്ടിയാലേ ജ്യോത്സ്യനാവുള്ളൂ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫീൽഡിലേക്ക് ഒരാൾ തിരിഞ്ഞാൽ അപ്പോൾ ആദ്യം ചെയ്യണം അവൻ വേഷം മാറും. അമ്പലപൂജാരി എന്ന് പറഞ്ഞാൽ അമ്പലപൂജ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് അവിടെ വേഷമൊന്നും കെട്ടുന്ന അമ്പലത്തിലകത്ത് കയറുമ്പം മുണ്ട് കൊടുത്ത് ഇത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ താടി വളർത്തണം, അല്ലെങ്കിൽ കുറച്ച് മുടി വളർത്തണം, കുറേ രുദ്രാക്ഷം ഇടണം, എങ്കിൽ മാത്രമേ ഭഗവാനെ പൂജിക്കാവൂ എന്നൊന്നും ഒരിടത്ത് എഴുതി വെച്ചിട്ടില്ല. ഇതൊക്കെ ഓരോരുത്തർ കയറുമ്പോൾ തന്നെ അവരങ്ങ് മാറുകയാണ്. ഞാൻ ഇതാണെന്ന് അറിയണ്ടേ. പകുതി നമ്മളെ വേഷഭൂഷാദികളിലൂടെയും പകുതി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് എനിക്ക് വന്നു. അപ്പോൾ അയ്യപ്പൻ്റെ ഇതിനെക്കുറിച്ച് പിന്നെ ഞാൻ എല്ലാ വർഷത്തിൽ അന്ന് പിന്നെ എനിക്ക് അയ്യപ്പസ്വാമിയെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം, നമ്മൾ പറയാനല്ല, എനിക്ക് ഭക്തിയല്ല, ഒരു പ്രേമമാണ്. എനിക്ക് അയ്യപ്പനോട് ഭയങ്കര പ്രേമം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയ്യപ്പസ്വാമിയെ. അപ്പോൾ ഞാൻ എപ്പോഴൊക്കെ യഥം കിട്ടണം അപ്പോഴും ഞാൻ ശബരിമല പോകും. ഇതൊരു എത്ര ശബരിമല? ഞാൻ 289 മല ചവിട്ടി. 289 മല ചവിട്ടി. എല്ലാ മാസവും ശബരിമല പോകുമായിരുന്നു. എല്ലാ മാസവും. അത് ചിലപ്പോൾ സീസണിൽ 4-5 പ്രാവശ്യം പോകും. അങ്ങനെ 41 പുഷ്പാഭിഷേകം ചെയ്തു മുടങ്ങാതെ. 41 മാസം പുഷ്പാഭിഷേകം ചെയ്തു. അപ്പോൾ ഇങ്ങനെ എനിക്ക് അത് എല്ലാ മാസം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് വെച്ചാൽ പമ്പയിൽ നിന്ന് ശബരിമല വരെ നടന്നാൽ ശരിക്കും നമ്മൾ ഈ മറ്റേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും മറ്റേ ടെസ്റ്റ് ചെയ്യാനും ഒന്നും പോകണ്ട. അവിടുന്ന് മോള് വരെ നമ്മൾ ഒരിടത്ത് നിൽക്കാതെ ഒന്ന് നടന്ന് കയറിയാൽ നമ്മൾ ശരീരത്തിൽ എവിടെ കുഴപ്പമുണ്ടെങ്കിലും അറിയാം. സത്യമാണ്. ഒരു മെഡിക്കൽ ചെക്കപ്പ് കേറാൻ പോലും ഇത്രയും മെഡിക്കൽ ചെക്കപ്പിന് വേറെ ഒരിടത്തും പോകണ്ട. കാലിൽ വേദന ഉണ്ടെങ്കിൽ അറിയാം, ശ്വാസം ബ്രീത്ത് ശരിയല്ലെങ്കിൽ അറിയാം, നെഞ്ചിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അറിയാം. ഇതൊക്കെ നമുക്കറിയാൻ പറ്റും ഈ ഒരൊറ്റ അയ്യപ്പസ്വാമി. ശരിക്കും പറഞ്ഞാൽ ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നതിന് സമമാണ് ശബരിമല കയറുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഞാൻ ശബരിമല എല്ലാ മാസവും അങ്ങനെ 18ാമത്തെ വയസ്സിൽ 18 മല തികച്ചു. അത് സീസണിൽ 1-2 പ്രാവശ്യമൊക്കെ പോയി. ആരും പോയാലും ഞാൻ വ്രതത്തിലാണ്. ആശ്രമത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ പൂർണ്ണ വ്രതത്തിലാണ്. ആരെങ്കിലും ആശ്രമത്തിൽ പോകണമെങ്കിൽ എന്നെ കൂടി കൊണ്ടുപോകുന്ന ചോദിക്കും. ഇന്നിപ്പോൾ അല്ലാതെ പോകാൻ പറ്റില്ല. അവന് ബസ്സിൽ കയറി ഇവിടുന്ന് എനിക്ക് അയ്യപ്പസ്വാമിയെ കണ്ടിട്ട് വന്നാലും തികയില്ല. എനിക്ക് എന്താ ഒരു മടുപ്പ് വരില്ല. എത്ര പ്രാവശ്യം കണ്ടാലും ഒരു തൃപ്തി വരില്ല. അങ്ങനെ 17 വയസ്സ് കഴിഞ്ഞ് 18ാമത്തെ വയസ്സിൽ ഗുരുസ്വാമിയായി. അതായത് 18 മല തികച്ചു. അന്ന് ഞാൻ താമസിച്ച കള്ളിക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്, നെയ്യാർ ഡാമിനടുത്ത്. അതായത് നെയ്യാറ്റിങ്കര താലൂക്കിൽ, ഇപ്പോൾ കാട്ടക്കട താലൂക്കാണ്. നെയ്യാർ ഡാമിനടുത്ത് നിന്ന് കള്ളിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെയാണ് ഞങ്ങളുടെ ആശ്രമം. അവിടുന്ന് ശബരിമല വരെ നടന്നു. 18ാമത്തെ വയസ്സിൽ ശബരിമല വരെ നടന്നു. അത് നടന്ന് ശരിക്ക് പന്തളത്ത് പോയിട്ട് പന്തളത്ത് നിന്ന് തിരുവാഭരണം കൊണ്ടുപോകുന്ന റൂട്ട് പോയി. അപ്പോൾ ഞങ്ങൾ 4 പേരാണ്. നല്ല രസമെന്ന് പറഞ്ഞാൽ ഈ തിരുവാഭരണം കൊണ്ടുപോകുന്ന റൂട്ടിൽ പോകുമ്പോൾ വഴിയിൽ ഈ പമ്പയാറ് കടന്നപ്പുറത്ത് പോവേണ്ടി വരും. അപ്പോൾ പമ്പയാറ് ഭഗവാനെ കൊണ്ടുപോകുന്നത് വരെ വള്ളത്തിലപ്പുറത്ത് കൊണ്ടുപോകും, വെള്ളത്തിൽ കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങളിവിടെ വന്ന ബാക്കി ഒരു ആൾ പറഞ്ഞു, നമ്മൾ വള്ളത്തിൽ കയറിയാലും വണ്ടി കയറും പോലെയാണ് സംഭവം. ഈ പമ്പയാറിൽ ഈ കെട്ടുമായിട്ട് നീന്തി അക്കരെ വരെ. പമ്പയാറ് നീന്തൽ അറിയാം. കാരണം ഞാൻ നെയ്യാർ ഡാമിന് അടുത്ത് വളർന്നതുകൊണ്ട് നെയ്യാറിൽ കിടന്ന് നീന്തൽ പഠിച്ചുകൊണ്ട് കൊച്ചിലായിട്ട് നല്ലപോലെ നീന്തൽ അറിയാം. പക്ഷേ വെള്ളത്തിൻ്റെ ഒരവസ്ഥ അറിഞ്ഞൂടാ. അങ്ങനെ നീന്തിയ നമ്മൾ ഇവിടുന്ന് അക്കരെ കയറാൻ വേണ്ടി നീന്തിയ നമ്മൾ ഒരു 1/2 കിലോമീറ്റർ താഴെ ചെന്നാണ് കയറിയത്. വെള്ളം എടുത്തോണ്ട് പോയി. ശരിക്കും വെള്ളം ഉണ്ടായിരുന്നു.
അപ്പോൾ അത്ര ഭക്തിയോടുകൂടി ഞാൻ ഈ പറഞ്ഞു വന്നത് ആ ഒരു ചെറിയ വീഴ്ച പോലും പറ്റാതെ ഈ വള്ളത്തിൽ കയറിയ നമ്മൾ വണ്ടി കയറും പോലെ ആടുന്നുള്ള തോന്നൽ വെച്ചിട്ട് നീന്തി ഒക്കെ കടന്നാണ് ശബരിമല 18ാമത്തെ മല പേട്ടതുള്ളി ശബരിമല എത്തി അയ്യപ്പനെ കണ്ട് ശരിക്കും ഗുരുസ്വാമിയായത്. അതിനുശേഷം അവസരം കിട്ടണം. അങ്ങനെയാണ് 289 മല ചവിട്ടി. ഇതുവരെ 289 മല ചവിട്ടി. 289 മല ഇപ്പോൾ കഴിഞ്ഞു പോകുമായിരുന്നു. അതിന് ശേഷം വന്ന സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ ശബരിമല പോകാതെയായി. പിന്നെ ഞാൻ ശബരിമല പോയിട്ടില്ല. എനിക്ക് വേദനയായി. കാരണം ഞാൻ പത്തര അവിടെ പോയ അടിയും ബഹളവും കേസും വഴക്കും, ശരണം വിളിക്കരുത് എന്ന് പറയുമ്പോൾ ശരണം വിളിച്ചേ അടങ്ങുള്ളൂ, പിന്നെ എന്തൊക്കെ ചെയ്യരുതെന്ന് പറയുമ്പോൾ ചെയ്യിക്കാൻ നോക്കും കുറച്ച് പേര്, പിന്നെ ചെയ്യുന്നവരെ ഒതുക്കാൻ നോക്കും. ഇതെല്ലാം ശബരിമലയിൽ നടക്കുന്നത് കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. മനസ്സിലായില്ല? അവിടെ ആചാരം എങ്ങനെ അനാചാരം എങ്ങനെ എന്നുള്ളതല്ല. കാരണം ശബരിമല എന്തെന്ന് ചോദിച്ചാൽ, ഈ ശബരിമലയെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഈ കൊച്ചുനാൾ തൊട്ട് പോണ ആളാണ്. ശബരിമല ശബരി എന്ന് ആരെന്നറിയണം. എങ്കിൽ മാത്രമേ ശബരിമലയെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. ശബരിക്ക് മുമ്പ് ശബരിമല എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് താപസഭൂമിയാണ്, തപോവനമാണ്. നമ്മളിന്ന് പണ്ട് എല്ലാവരും ഹിമാലയത്തിൽ പോകും. എന്തിനാണ്? തപസ് ചെയ്യാൻ. അതുപോലെ താപസന്മാർ തപസ്സനുഷ്ഠിച്ച സ്ഥലമാണ് ശരിക്കും ശബരിമല. ഇത് ഞാൻ കണ്ടറിഞ്ഞല്ല. ഞാനൊരു ആശ്രമത്തിൽ വളർന്നതാണ് 4 വയസ്സ് തൊട്ട്. എൻ്റെ ഗുരു അത്ര ത്രികാലജ്ഞാനിയായ ആളാണ്. അപ്പോൾ ഗുരുവിൽ നിന്ന് കിട്ടിയ അറിവാണ്. അപ്പോൾ ഗുരുവിൽ നിന്ന് കിട്ടുന്ന അറിവെന്ന് പറഞ്ഞാൽ അവർ ത്രികാലജ്ഞാനം കൊണ്ട് കിട്ടുന്നതാണ്, അല്ലാതെ പുസ്തകം വായിച്ചുള്ള അറിവല്ല. മറ്റേത് ആരെങ്കിലും എഴുതിയ എന്തെങ്കിലും മണ്ടത്തരം പുസ്തകം കണ്ടിട്ട് നമ്മളെല്ലാം കയറി അഭിപ്രായം. നമ്മൾക്ക് കൂടുതലും ശബരിമലയെ പറ്റിയുള്ള ചരിത്രങ്ങൾ അല്ലെങ്കിൽ അതറിയുന്നത് സീരിയലുകൾ, അല്ലെങ്കിൽ സിനിമകൾ, അതെല്ലാം ആരെങ്കിലും എഴുതി വെച്ചതാണ്. കഥാകാരന്മാര് അവര് കിട്ടുന്ന ഒരു സംഭവം വെച്ചിട്ട് ഒന്ന് എഴുതി അതിനെ അവതരിപ്പിക്കും. നല്ല വാക് സാമർഥ്യമുള്ളവർ നല്ല പോലെ അത് ആ രീതിയിൽ അവതരിപ്പിക്കും. നല്ല എഴുതാൻ വാക്കുകളുള്ളവർ നല്ല പോലെ എഴുതി അതിനെ സമർപ്പിക്കും. എന്ത് സംഭവത്തിനെയും വലിയൊരു സംഭവമാക്കി മാറ്റാനും ചെറിയ ഒരു സംഭവമാക്കി മാറ്റാനും ഒക്കെ സാധിക്കുമല്ലോ. അപ്പോൾ അത് ഓരോരുത്തരുടെ വാക്ചാതുര്യം, ഓരോരുത്തരുടെ ബുദ്ധിയാണ്.